Hello, everybody. Welcome to English Speaking Course. Hope you all are keeping safe and healthy. If you are new on this channel, please don't forget to subscribe. Video full കാണണം. It's going to be really informative. നമുക്ക് കുറച്ച് phrases ഇന്ന് ഇംഗ്ലീഷിൽ പഠിക്കാം. Like I can't help, I can't wait, I can't stand. ഫ്രേസസ് ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ പഠിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാം നമുക്കതും കൂടെ നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് അവർ ഫസ്റ്റ് ഫ്രേസ് ദാറ്റ് ഈസ് ഐ കാൺട്ട് ഹെൽപ്പ്. മലയാളത്തിൽ നമ്മൾ പറയാറില്ലേ, എനിക്ക് അങ്ങനെ ചെയ്യാതിരിക്കാൻ കഴിയില്ല, എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിയില്ല, എനിക്ക് കരയാതിരിക്കാൻ കഴിയില്ല. ഇതൊക്കെ പറയണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാം ഫ്രേസ് ഐ കാൺട്ട് ഹെൽപ്പ്. Let's check out some examples. I can't help doing it. I can't help നമ്മൾ നേരത്തെ പറഞ്ഞ phrase doing it എന്നും കൂടെ ഞാൻ അവിടെ ചേർത്തു. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? I can't help doing it means എനിക്ക് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. Let's check out another example. I can't help eating the chocolates. എനിക്ക് ചോക്ലേറ്റ് കഴിക്കാതിരിക്കാൻ കഴിയില്ല. കാൺട്ട് ഹെൽപ്പ് എന്ന് മീൻസ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് പറയാനാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഐ കാൺട്ട് ഹെൽപ്പ്, എനിക്ക് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. എന്ത് ചെയ്യാതിരിക്കാൻ കഴിയില്ല? ചോക്ലേറ്റ് കഴിക്കാതിരിക്കാൻ കഴിയില്ല. ഐ കാൺട്ട് ഹെൽപ്പ് ഈറ്റിംഗ് ദ ചോക്ലേറ്റ്സ്. ഐ കാൺട്ട് ഹെൽപ്പ് ക്രൈയിങ്, എനിക്ക് കരയാതിരിക്കാൻ കഴിയില്ല. I can't help crying. സപ്പോസ് ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും സാഡ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഓ വളരെ സങ്കടം വന്നു അത് കേട്ടിട്ട്. I can't help crying. I can't help crying. എനിക്ക് കരയാതിരിക്കാൻ കഴിയില്ല. I can't help laughing. എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിയില്ല. I can't help laughing. I can't help talking to you. എനിക്ക് നിന്നോട് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. I can't help talking to you. I can't help talking to you. ഇനി നിങ്ങൾ എന്താ വേണ്ടേ? ഈ സെൻറ്റൻസസ് ഒക്കെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ പറഞ്ഞു നോക്കണം. ഏതെങ്കിലും ഒരു സെൻറ്റൻസ് എങ്കിലും നിങ്ങൾ ഒരു ദിവസം യൂസ് ചെയ്ത് നോക്കണം. ഇൻ ദാറ്റ് വേ യു വിൽ ബി കോൺഫിഡൻറ്റ് യൂസിങ് ദാറ്റ് സെൻറ്റൻസ്. ഐ കാൺട്ട് ഹെൽപ്പ് പോലെ തന്നെ ഒരു ഫ്രേസാണ് ഐ കാൺട്ട് വെയിറ്റ്. ഇനി ഇതിൻ്റെ അർത്ഥം എന്താണ്? ഏതെങ്കിലും കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം എക്സൈറ്റഡ് ആണെങ്കിൽ, വളരെയധികം ഗ്ലാഡ് ആൻഡ് ഹാപ്പി ആണെങ്കിൽ നമുക്ക് ഈ ഫ്രേസ് യൂസ് ചെയ്യാം. നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ, എനിക്ക് കാത്തിരിക്കാൻ കഴിയില്ല, ദുബായിൽ പോകാൻ എനിക്ക് കാത്തിരിക്കാൻ കഴിയില്ല. അത് നമുക്ക് ഈ ഫ്രേസ് യൂസ് ചെയ്ത് പറഞ്ഞു നോക്കാം. I can't wait to go to Dubai. എനിക്ക് ദുബായിലേക്ക് പോകാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ധൃതിയായി. അത് പറയാനാണ് ഞാനിവിടെ ഐ കാൺട്ട് വെയിറ്റ് എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അർത്ഥം. ഐ കാൺട്ട് വെയിറ്റ് ടു ഗോ ടു ദുബായ്. ഐ ആം സോ എക്സൈറ്റഡ് ടു ഗോ ടു ദുബായ് എന്നാണ് ഇവിടെ മീനിങ്. ഐ കാൺട്ട് വെയിറ്റ് ടു സീ യു. നിന്നെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഐ വാണ്ട് ടു സീ യു ഇമ്മീഡിയറ്റ്ലി. ഐ കാൺട്ട് വെയിറ്റ് ടു സീ യു. Again we can say I can't wait to see my parents this weekend. വീക്കെൻഡിൽ എൻ്റെ പേരൻസിനെ കാണാൻ ഞാൻ ക്വയറ്റ് എക്സൈറ്റഡ് ആണ്, എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. I can't wait to see my parents this weekend. ഇനി ഐ കാൺട്ട് വെയിറ്റ് വെച്ചിട്ട് നമുക്കൊരു ലെങ്തി സെൻറ്റൻസ് പഠിക്കാം, ബട്ട് ഇറ്റ്സ് വെരി ഈസി. ലെറ്റ്സ് ചെക്ക് ഔട്ട്. ഐ കാൺട്ട് വെയിറ്റ് ഫോർ സമ്മർ ടു ഗെറ്റ് ഹിയർ. ഐ ഡോണ്ട് ലൈക്ക് ദ കോൾഡ് വെദർ. ഇങ്ങനെയൊക്കെയാണ് നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് നമ്മൾക്ക് അവരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരാറുള്ളത്. സോ ലെറ്റ്സ് സീ വാട്ട് ഐ ഹാവ് മെൻറ്റ് ഇൻ ദിസ് സെൻറ്റൻസ്. ഐ കാൺട്ട് വെയിറ്റ് ഫോർ സമ്മർ ടു ഗെറ്റ് ഹിയർ. സമ്മർ സീസൺ വരാൻ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, സമ്മർ വരാൻ പോകുകയാണ്. വൈ? ദ റീസണും കൂടെ ഞാൻ അവിടെ തന്നിട്ടുണ്ട്. ഐ ഡോണ്ട് ലൈക്ക് കോൾഡ് വെദർ. എനിക്ക് കോൾഡ് സീസൺ ഇഷ്ടമല്ല.
അത്രേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. വളരെ സിമ്പിളായിട്ട് ഐ കാൺട്ട് വെയിറ്റ് ഫോർ സമ്മർ ടു ഗെറ്റ് ഹിയർ. ഐ ഡോണ്ട് ലൈക്ക് കോൾഡ് വെദർ. എനിക്ക് തണുപ്പ് ഇഷ്ടമല്ല. സോ സമ്മർ വരാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ഐ ആം വെരി എക്സൈറ്റഡ്. ഇനി നമുക്കൊരു വേറെ ഫ്രേസ് നോക്കാം. ഐ കാൺട്ട് വെച്ചിട്ട് ഐ കാൺട്ട് സ്റ്റാൻഡ്. എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഈ ഫ്രേസ്? നമുക്ക് ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം തീരെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇഷ്ടമല്ലെങ്കിൽ, ബിയറബിൾ അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ ഈ ഫ്രേസ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഐ കാൺട്ട് സ്റ്റാൻഡ് രവി. എനിക്ക് രവീനെ തീരെ ഇഷ്ടമല്ല. അവനെ കാണുമ്പോൾ വെറുപ്പാണ്. തീരെ സഹിക്കാൻ പറ്റാത്ത ഒരാളാണ് രവി. അങ്ങനെയാകുമ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് ഈ സെൻറ്റൻസ് യൂസ് ചെയ്യാം. ഐ കാൺട്ട് സ്റ്റാൻഡ്, സിമ്പിൾ അവിടെ ആളെ പേര് പറഞ്ഞാൽ മതി, രവി. ഐ കാൺട്ട് സ്റ്റാൻഡ് രവി. ഐ കാൺട്ട് സ്റ്റാൻഡ് വെയിറ്റിംഗ് ഇൻ ദ ക്യൂ. ക്യൂവിൽ വെയിറ്റ് ചെയ്യാൻ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരു പരിപാടിയാണ് ക്യൂവിൽ വെയിറ്റ് ചെയ്യൽ, അതായത് ലൈനിൽ വെയിറ്റ് ചെയ്യൽ. സോ വി ക്യാൻ സേ ഐ കാൺട്ട് സ്റ്റാൻഡ് വെയിറ്റിംഗ് ദ ക്യൂ. ഐ കാൺട്ട് സ്റ്റാൻഡ് ദ നോയ്സ്. എവിടെയെങ്കിലും വളരെയധികം സൗണ്ട് ഉണ്ടെങ്കിൽ, വളരെ ലൗഡായിട്ടുള്ള ശബ്ദമുണ്ടെങ്കിൽ, നമുക്കത് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വി ക്യാൻ സേ ഐ കാൺട്ട് സ്റ്റാൻഡ് ദ നോയ്സ്. I can't stand the noise. I can't stand the smell of cigarette smoke. സിഗരറ്റിൻ്റെ സ്മോക്കിൻ്റെ സ്മെല്ല് എനിക്ക് സഹിക്കാൻ പറ്റില്ല. I can't stand the smell of cigarette smoke. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇന്ന് 3 ഫ്രേസ് പഠിച്ചു. ഐ കാൺട്ട് ഹെൽപ്പ്, ഐ കാൺട്ട് വെയിറ്റ്, ഐ കാൺട്ട് സ്റ്റാൻഡ്. ഈ 3 ഫ്രേസുകളും നിങ്ങളെ ലൈഫിൽ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം. So hope the session was useful. Please do like, share and comment. Thanks for watching.